ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സയൻസ് ലിറ്റിൽ വേൾഡിലേക്ക് സ്വാഗതം. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഇന്നത്തെ ഈ വീഡിയോ 100% നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. അത് ഞാൻ ഗ്യാരണ്ടി നൽകുകയാണ്. ദയവായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ കാണുക. ഈ കൊറോണ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഈ 5 മിനിറ്റ്. സോ ലെറ്റ് ഇറ്റ് സ്റ്റാർട്ട്. ഈ കാണുന്ന ഇലകൾ ഏത് ചെടിയുടേതാണെന്ന് മനസ്സിലായോ? ജമൈക്കൻ കുരുമുളകെന്നും ഓൾ സ്പൈസസ് എന്നൊക്കെ അറിയപ്പെടുന്ന നിരവധി ഔഷധ ഗുണങ്ങൾ നിറഞ്ഞ സർവ്വരോഗനാശിനിയായ സർവ്വസുഗന്ധിയുടേതാണ്. ബിരിയാണിയിലും കറികളിലും എല്ലാം നല്ല മണം വരാനായി ചേർക്കുന്ന ഒരു ഇലയാണ് സർവ്വസുഗന്ധി എന്ന് മാത്രമേ 90% ആളുകൾക്കും അറിയുള്ളൂ. പക്ഷെ അത് മാത്രമല്ല, അതിൻ്റെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഗുണങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ജാതി, ഗ്രാമ്പൂ, കറുവപ്പട്ട ഈ 3 വിളകളുടെയും രുചിയും മണവും ഒത്തിണങ്ങിയിട്ടുള്ളതാണ് സർവ്വസുഗന്ധി ചെടികളുടെ ഇലകൾ. അതുകൊണ്ട് നമ്മുടെ കറികളിൽ കറിവേപ്പില നമ്മൾ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകളും രുചിക്കും മണത്തിനും വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സർവ്വസുഗന്ധിയുടെ ഇലകളിട്ട് വെള്ളം തിളപ്പിച്ച് ഡെയിലി കുടിച്ചാൽ വയറിനകത്തുണ്ടാകുന്ന അസിഡിറ്റി മാറിക്കിട്ടും. അതുപോലെ തന്നെ നെഞ്ചെരിച്ചിലും മറ്റ് എല്ലാവിധ ദഹന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാവുന്നതാണ്. പല്ലുവേദന ഉള്ളപ്പോൾ സർവ്വസുഗന്ധിയുടെ ഇല പല്ലിൽ വെച്ചാൽ പല്ലുവേദന പമ്പ കിടക്കും. അതുമാത്രമല്ല, മോണരോഗങ്ങൾക്കും പല്ലിലെ കറകളും മാറാനും ഒക്കെ ഈ ഇല ഉപകരിക്കുന്നുണ്ട്. ദിവസവും ഈ ഇല നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മലബന്ധം ഇല്ലാതാക്കി വയറിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ സഹായിക്കുന്നതാണ്. അതുപോലെ ക്യാൻസർ പോലുള്ള ഗുരുതര അവസ്ഥകൾക്ക് പരിഹാരം കാണാനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് സർവ്വസുഗന്ധി. പല മരുന്നുകളിലും ഇതിൻ്റെ അംശം അടങ്ങിയിട്ടുണ്ട്. ഈ ഇല നമ്മുടെ ശരീരത്തിൽ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ മാറാനും ഈ ഇല ഉപകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇല ചേർത്ത ബ്ലാക്ക് ടീ നമ്മൾ ഡെയിലി കുടിച്ചാൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തി ഇരട്ടിക്കാനും സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾ സ്പൈസ് എന്ന് വിളിക്കുന്ന ഈ ചെടി ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. വിദേശ രാജ്യങ്ങളിൽ സർവ്വസുഗന്ധിയുടെ ഇലകളിൽ നിന്നും കായ്കളിൽ നിന്നും എസൻസ് വേർതിരിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ഇലകളും കായ്കളും നമുക്ക് ഉണക്കി പൊടിച്ച് മസാല പൗഡറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓൺലൈനിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഓൾ സ്പൈസ് പൗഡർ എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ കമ്പുകൾ ഒടിച്ച് നട്ടുപിടിപ്പിച്ചോ മരത്തിൽ ഉണ്ടാകുന്ന വിത്തുകൾ മുളപ്പിച്ചോ ഒക്കെ നമുക്ക് തൈകൾ ഉണ്ടാക്കാം. കാര്യമായ വളപ്രയോഗങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ നന്നായി വളരുന്ന ചെടിയാണ് സർവ്വസുഗന്ധി. ഇപ്പം എല്ലാവരുടെ വീട്ടിലും തീർച്ചയായിട്ടും നട്ടു വളർത്തേണ്ട ഒന്നാം തരം ഔഷധ ചെടിയാണ് ഈ സർവ്വസുഗന്ധി. ഇതിൻ്റെ ഇല 2ആയിട്ട് കീറുമ്പോൾ തന്നെ എന്ത് മണമാണെന്നറിയോ? പൊതുവേ എന്നെപ്പോലെ സ്പൈസസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഇല ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല. ഞങ്ങൾക്കിത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. അത്രയ്ക്ക് ഗുണവും മണവും രുചിയും എല്ലാം ഒത്തിണങ്ങിയതാണ് ഇതിൻ്റെ ഇല. ഇനി നമുക്ക് ടീ ഉണ്ടാക്കാൻ പോവാം. അതിനായിട്ട് അതിന് മുമ്പൊരു കാര്യം, ഈ ടീ ഡെയിലി കുടിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ രോഗപ്രതിരോധ ശക്തി ഇരട്ടിക്കും. ആ രോഗപ്രതിരോധ ശേഷി ഇരട്ടിക്കുന്നത് മൂലം നമുക്ക് കൊറോണയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നമുക്കൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ടീ ആയിട്ട് ഇതിനെ ഡെയിലി ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടീ ഉണ്ടാക്കാനായിട്ട് 2 ഇല ഞാൻ പിച്ചെടുക്കട്ടെ. അപ്പോൾ നമുക്ക് പാത്രവും ഇലയും ഒക്കെ നന്നായിട്ട് കഴുകി ഗ്യാസ് ഓൺ ചെയ്യാം. ഞാൻ 2 ഗ്ലാസ് വെള്ളം വെക്കുകയാണ്. 2 ഗ്ലാസ്സിന് 2 ഇലയാണ് കണക്ക്. ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. കൂടെ 2 ഏലക്കായും ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ശേഷം ഏലപ്പൊടി ചേർത്ത് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ബ്ലാക്ക് ടീയിൽ തേയിലയൊന്നും അധികം തിളപ്പിക്കാൻ പാടില്ല, തേയിലപ്പൊടി. ഇനി പാൽച്ചായയാണ് ഇഷ്ടമുള്ളതെങ്കിൽ നിങ്ങൾക്ക് പാല് കൂടെ ആഡ് ചെയ്ത് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ശേഷം സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓൾ സ്പൈസ് ടീ റെഡി ആയിട്ടുണ്ട്.
നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യാം. ഓക്കെ, താങ്ക്